ബാക്ക് ടു മൈ ചാനൽ PSC സ്റ്റഡി സ്വാതന്ത്ര്യദിന ക്വിസ്. PSC പരീക്ഷയിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ: സൗത്ത് കൊറിയ, കോങ്കോ. ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന രാജ്യങ്ങളാണ് സൗത്ത് കൊറിയ, കോങ്കോ. അടുത്ത ക്വസ്റ്റ്യൻ: എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഗാന്ധിജി. ഗാന്ധിജിയുടെ വാക്കുകളാണ് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി? സുബേദാർ. സുബേദാറാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് സുബേദാർ. ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്? എവിടെ നിന്ന്? 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധയെ പിടിച്ചുപറ്റിയ ഭാരതീയൻ? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ. അടുത്തത്: വാഗൺ ട്രാജഡി നടന്ന വർഷം? 1921 നവംബർ 10. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം? ആൻസർ: ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപമാണ് നാവിക കലാപം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപമാണ് നാവിക കലാപം. ഇന്ത്യ വിഭജിക്കുന്നതിന് അവസാനം വരെ എതിർത്തത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിഭജിക്കുന്നതിനെതിരെ അവസാനം എതിർത്തത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറലാണ് ജനറൽ ഡയർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ജനറലാണ് ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആര്? ഉദ്ധം സിംഗ് ആണ് ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത്. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ്? 61-ാം വയസ്സിലാണ് ദണ്ഡിയാത്ര നടത്തിയത്. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം? അൽ ഹിലാൽ. വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് വാർധാ പദ്ധതി. വാർധാ പദ്ധതിയാണ് ഗാന്ധിജി വിദ്യാഭ്യാസ സംബന്ധമായി അവതരിപ്പിച്ച പദ്ധതി. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ഗാന്ധിജി.
അടുത്തത് രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ. രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ഗാന്ധിജി എത്ര ദിവസം ഉണ്ടായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ഉണ്ടായിരുന്നു? 168 ദിവസം. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് ഗാന്ധിജി മരണമടഞ്ഞപ്പോഴാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഭാരത് രത്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഭാരത് രത്ന. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദ ഘോഷ്. വോക്ക് അപ്പ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ആനി ബസന്റ്. ഇന്ത്യയുടെ ദേശീയ ഫലം ചക്ക. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കാണ് ഇന്ത്യ ഗേറ്റ് പത്രം ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. കുച്ചിപ്പിടി എന്ന നൃത്തരൂപം പിറവികൊണ്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. മഹാത്മാഗാന്ധി കൂടാതെ ഒക്ടോബർ 2 ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ നേതാവാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിത്തരഞ്ജൻ ദാസ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. മിലിറ്ററി അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? 15. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ആദ്യമായി ജയ് ഹിന്ദ് എന്ന പദം ഉപയോഗിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ നീതിപീഠം സുപ്രീം കോടതി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി പങ്കിടുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ചിത്തരഞ്ജൻ ദാസ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. മിലിറ്ററി അക്കാദമി ഡെറാഡൂൺ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ഗാന്ധിജി. സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് പഴശ്ശിരാജ. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക സംസ്ഥാനം പശ്ചിമ ബംഗാൾ. താങ്ക് യു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.